പ്രതിസന്ധികളുടെയും അധ്വാനത്തിന്റെ പാതയിൽ വിട്ടു നൽകാതെ മുന്നേറിയ യാത്ര. സൗത്ത് ഇന്ത്യൻ സമഗ്ര പുരസ്കാരത്തിന്റെ കർഷകരത്ന അവാർഡ് സ്വീകരിക്കാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പ്രവാസി കലാരത്ന പുരസ്കാരമാണ്. അതിൽ കലാരത്ന ശ്രേഷ്ഠ പുരസ്കാരം അമിത സുവർണ. ദൂരമൊരിക്കലും സ്വപ്നങ്ങളെ അതിരുകളല്ല. കല സമാനമായ ലോകത്ത് തന്നെ വേദിയാകുന്നു. പ്രവാസ ജീവിതത്തിൽ തിരക്കുകൾക്കിടയിലും സൃഷ്ടിപരമായി കൈവിടാതെ കലയുടെ വഴിയിൽ മുന്നേറിയ വനിതാ പ്രതിഭയാണ് ഇന്ന് ആദരിക്കുന്ന അമിത സുവർണ. നിരവധി ഷോർട്ട് ഫിലിമുകളുടെ സമൂഹത്തെ ജീവിതത്തിലും വികാരങ്ങളും മനോഹരമായി അവതരിപ്പിച്ചു. ഓരോ സൃഷ്ടിയും ചിന്തയും ആത്മാവും കലയുടെ വ്യക്തിമുദ്ര നിറഞ്ഞു നിന്നു. എല്ലാവരുടെയും ഉജ്ജ്വല കയ്യരുടെ കലാസാമഗ്ര രത്ന അവാർഡ് സ്വീകരിക്കാൻ അവരെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പ്രവാസി കലാരത്നയിൽ സേതുനാഥ് പ്രഭാകർ. കല എന്നത് അതിരുകളില്ലാത്ത ഭാഷയാണ്. ആ ഭാഷയിൽ ചിന്തകളുടെയും സൃഷ്ടികളിലൂടെയും ലോകത്തെമ്പാടുമുള്ള ആൾക്കാരെ ആസ്വദിക്കാനും എത്തിച്ച സൃഷ്ടി പ്രതിഭയാണ് സേതുനാഥ് പ്രഭാകർ. പ്രവാസ ജീവിതത്തിലൂടെ കലയും സാംസ്കാരികതയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ചിത്രകലയിലൂടെ സാഹിത്യ രംഗത്തും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി അനേകരെ പ്രചോദിപ്പിച്ച കലാകാരൻ എഴുത്തുകാരനുമായ ശ്രീ സേതുനാഥ് പ്രഭാകറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമഗ്ര കലാ സാഹിത്യ സംഭാവനകൾക്ക് മാനിച്ച് പ്രവാസ കലാരത്ന പുരസ്കാരം 2024 നൽകി ആദരിക്കുന്നു. അടുത്തത് കലാരത്ന പുരസ്കാരമാണ് KR കിരൺ ചാലക്കുടി. കലാരത്ന പുരസ്കാരം KR കിരൺ ചാലക്കുടി. സിനിമ വെറും ഒരു വിനോദമല്ല, സമൂഹത്തിന്റെ ദിശ കാണിക്കുന്ന ശക്തമായ ഒരു മാധ്യമമാണ്. ആ ശക്തിയെ ആത്മാർത്ഥതയോടെ ഷോർട്ട് ഫിലിമിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച കലാപ്രതിഭയാണ് ഇന്ന് ആദരിക്കുന്ന KR കിരൺ ചാലക്കുടി. സിനിമയെ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ വേദിയായി മാറ്റി ശ്രദ്ധേയമായ കലായാത്ര അഭിനന്ദനമാണ്. ഇന്നത്തെ ഈ കലാരത്ന അവാർഡ് അദ്ദേഹത്തിന്റെ സൃഷ്ടിപരമായ മികവിലും സമൂഹത്തുള്ള പ്രതിബദ്ധതയ്ക്കും നൽകുന്ന അംഗീകാരമാണ്. KR കിരൺ ചാലക്കുടി. അടുത്ത ടോണി മാണിയാക്കൽ ഔസേപ്പ്. ഒരു സംവിധായകൻ കഥ പറയുക മാത്രമല്ല, ചിന്തകളെ ദൃശ്യഭാഷ നൽകുകയും ചെയ്യുന്നു. ആ ദൃശ്യഭാഷയിലൂടെ സമൂഹത്തെ ചിന്തിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും ചെയ്യുന്ന സംവിധായകനാണ് ഇന്ന് ആദരിക്കുന്ന ടോണി മാളിയേക്കൽ ഔസേപ്പ്. അർത്ഥവത്തായ ഷോർട്ട് ഫിലിമിലൂടെ സാമൂഹിക യാത്രകളെ ശക്തമായി അവതരിപ്പിച്ച കലാപ്രതിഭ. ഓരോ ഫ്രെയിമിലും കലാപരമായ മികവും സാമൂഹിക ഉത്തരവാദിത്വവും വ്യക്തിമുദ്ര പ്രകടമായി. മികച്ച സംവിധാന മികവിന് നൽകുന്ന അഭിമാനമാണ് ഈ അവാർഡ്. അടുത്തത് കലാരത്ന പുരസ്കാരത്തിൽ വിനയൻ ഗുരുവായൂർ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സമഗ്ര പുരസ്കാരം ഉടൻ തന്നെ പൂർത്തിയാകും. വിനയൻ ഗുരുവായൂർ. കല എന്നത് ചിലർക്ക് കഴിവാണ്, ചിലർക്ക് ജീവിതമാണ്. സ്വന്തം പരിശ്രമവും സമർപ്പണവും കൊണ്ട് വേദികളിൽ സ്വന്തം ഒപ്പ് പതിച്ച വ്യക്തിത്വം. ഓരോ പ്രകടനവും പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ കലാകാരനാണ് വിനയൻ ഗുരുവായൂർ. ഓരോ രാത്രി ബഹുമാനമാണ് സൗത്ത് ഇന്ത്യൻ സമഗ്ര പുരസ്കാരത്തിന്റെ കലാരത്ന അവാർഡ് അതിനായി സമർപ്പിക്കുന്നു. അടുത്ത കലാരത്ന പുരസ്കാരം വിമൽ സത്യ ഭാസ്കരൻ. പ്രതിഭയ്ക്ക് ഭാഷയില്ല, സമർപ്പണത്തിന് അതിരുകളില്ല. സ്വന്തം കലയുടെ അനേകത്വം പ്രചരിപ്പിച്ച ഒരു അതുല്യ സാന്നിധ്യം. പൊട്ടൻ ദൈവം എന്ന ഷോർട്ട് ഫിലിമിലൂടെ അഭിനയത്തിൽ നിരവധി പുരസ്കാരങ്ങൾ. ഗായകൻ, എഴുത്തുകാരൻ ശ്രീ വിമൽ സത്യഭാസ്കരൻ. അടുത്ത ഡോക്ടർ SM കാർത്തികേയൻ. കലാരത്ന പുരസ്കാരം ഡോക്ടർ SM കാർത്തികേയൻ. അദ്ദേഹം തമിഴ്നാടാണ്. സാഹിത്യം, കവിത, കഥ, കല, സർഗസൃഷ്ടിയുടെ അനേക മേഖലകളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയാണ് ഡോക്ടർ SM കാർത്തികേയൻ. തമിഴ്നാടാണ്. സൃഷ്ടിപരമായ ചിന്തകളിലൂടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയും അനേകം മനസ്സുകളെ പ്രചോദിപ്പിച്ചു. കലാരത്ന പുരസ്കാരം 2026 നൽകി ആദരിക്കുന്നു. അടുത്തത് ചിത്രകലാരത്ന പുരസ്കാരമാണ് പാർവതി കൃഷ്ണ. പ്രായം ചെറുതായിരിക്കാം, പക്ഷേ പ്രതിഭയ്ക്ക് പ്രായമില്ല.
അതിരുകളില്ല. നിറങ്ങളുടെയും വരകളുടെയും സ്വന്തം സങ്കല്പന ലോകം സൃഷ്ടിച്ച യുവകലാപ്രതിഭയാണ് ഇന്ന് ആദരിക്കുന്ന പാർവതി കൃഷ്ണ. ചിത്രങ്ങളുടെ വികാരങ്ങളും ചിന്തകളും മനോഹരമായി അവതരിപ്പിച്ച കഴിവ് ശ്രദ്ധേയമായി. ഇന്നത്തെ ഈ ചിത്രരത്ന ബഹുമതി ഭാവിയിൽ വലിയ നേട്ടങ്ങളിലേക്ക് പ്രചോദനമാകട്ടെ. അടുത്തത് ചിത്രകലാരത്ന ഏദൻ എൽദോ എബ്രഹാം. പ്രതിഭയ്ക്ക് പ്രായം ഒരു തടസ്സമല്ല. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല. നിറങ്ങളിലൂടെയും വരകളിലൂടെയും തന്റെ ഭാവനയ്ക്ക് മനോഹരമായ രൂപം നൽകിയ യുവ ചിത്രകലാ പ്രതിഭയാണ് ഇന്ന് ആദരിക്കുന്ന ഏദൻ എൽദോ എബ്രഹാം. ഓരോ ചിത്രവും സൃഷ്ടിപരമായ കലാപാഠവത്തിന്റെയും തെളിവാണ്. ചെറുപ്പത്തിൽ തന്നെ ചിത്രകലാരംഗത്ത് ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച കഴിവ് അഭിനേതാവുമാണ്. ഇന്നത്തെ ഈ ചിത്രകലാ ബഹുമതി അദ്ദേഹത്തിന്റെ മികവിനും അർഹിച്ച അംഗീകാരമാണ്. അടുത്തത് രൂപശ്രേഷ്ഠ രത്ന അവാർഡാണ്. വിജീഷ് വേണു രൂപശ്രേഷ്ഠ രത്ന പുരസ്കാരം. വേദിയിൽ ഒരു നർത്തകിക്ക് അല്ലെങ്കിൽ നർത്തകന് തിളങ്ങുമ്പോൾ അതിന്റെ പിന്നിൽ കലയും കരങ്ങളും ചേർന്ന മറ്റൊരു സൃഷ്ടിയുണ്ട്. മേക്കപ്പിലൂടെ കഥാപാത്രങ്ങൾക്ക് ജീവനും അവതരണങ്ങൾക്ക് ഭംഗിയും നൽകുന്ന ഗുരുവിനെയാണ് ഇന്ന് ആദരിക്കുന്ന വിജീഷ് വേണു. നിറങ്ങളുടെ ഭാവവും സൗന്ദര്യത്തിന്റെ ഭാഷയും മാറ്റിയ അതുല്യ കലാപ്രതിഭ. കലാപരമായ മികവിനും ഗുരുത്വത്തിനും സമർപ്പണത്തിനും ചേർന്ന ഈ യാത്രയ്ക്ക് ഇന്നത്തെ ഈ രൂപരത്ന ബഹുമതി സമർപ്പിക്കുന്നു. അടുത്തത് രൂപരത്ന അവാർഡാണ്. സുജമോൾ TS രൂപരത്ന അവാർഡ്. സൗന്ദര്യം മുഖത്ത് മാത്രമല്ല, ആത്മവിശ്വാസത്തിലും വ്യക്തിത്വത്തിലും തിളങ്ങുന്നതാണ്. ആ സൗന്ദര്യത്തിന് കലാപരമായ സ്പർശം നൽകിയ അനേകരുടെ ജീവിതത്തിൽ സന്തോഷം പകർത്തിയ സൗന്ദര്യ പരിപാലന വ്യക്തിത്വത്തിൽ ഇന്ന് ആദരിക്കുന്നത് സുജിമോൾ TS. കഴിവും സൃഷ്ടിപരമായ സംഭരണവും കൊണ്ട് ഇന്ന് ഈ രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇന്നത്തെ ഈ രൂപരത്ന ബഹുമതി അവരുടെ സേവനത്തിനും കലാപരമായ മികവിനും ലഭിക്കുന്ന അർഹമായ അംഗീകാരമാണ്. അടുത്തത് വസ്ത്രശില്പരത്ന പുരസ്കാരം. പ്രിയ എൽദോ വസ്ത്രശില്പരത്ന പുരസ്കാരം. നിറങ്ങൾക്കും നൂലുകൾക്കും സൃഷ്ടിപരമായ ഭാവം നൽകി പാരമ്പര്യത്തിന്റെ സൗന്ദര്യവും ആധുനികതയുടെ ചുരുതും സമ്മാനിപ്പിച്ച വസ്ത്രരംഗ രൂപത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ പ്രിയ എൽദോ. കലാപരമായ കാഴ്ചപ്പാടും മികവുറ്റ ഡിസൈൻ വൈദ്യുതിയും അർപ്പണബോധവും കൊണ്ട് അനേകം ഹൃദയങ്ങളെ കീഴടക്കി. വസ്ത്രരൂപരത്ന പുരസ്കാരം 2026 നൽകി ആദരിക്കുന്നു. സേവാരത്ന പുരസ്കാരം. ഡോക്ടർ ഗോഖ ത്രിനാഥ. അദ്ദേഹം ആന്ധ്രാപ്രദേശാണ്. അദ്ദേഹം എത്തിയിട്ടില്ല, വിളിച്ച് പറഞ്ഞിരുന്നു. അടുത്ത സേവാരത്ന പുരസ്കാരം ആർ മെഹജ. ജീവിതത്തെ സമൂഹ സേവനത്തിന് സമർപ്പിച്ച അപൂർവ വ്യക്തിത്വം ആർ മെഹജ. വിദ്യാഭ്യാസം, കായികം, കല, മാജിക്, സാമൂഹ്യ പ്രവർത്തനം തുടങ്ങി വൈദ്യുതമാർന്ന മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി അനേകം ജീവനങ്ങളെ പ്രകോപിച്ച മഹത്തായ വ്യക്തി. സ്വന്തം കഴിവും സമയം സമൂഹത്തിന് നന്മയ്ക്ക് വിനിയോഗിച്ച സേവനങ്ങൾക്ക് യഥാർത്ഥ അർത്ഥം ജീവിതത്തിലൂടെ തെളിയിച്ച ആർ മെഹജാവിന് സേവനരത്ന പുരസ്കാരം 2024 നൽകി ആദരിക്കുന്നു. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സമഗ്ര പുരസ്കാരത്തിൽ ഇനി 2 പേരും കൂടി ഉള്ളൂ. പരീത് KS സേവാരത്ന പുരസ്കാരം. സേവനവും സമർപ്പണം ഒരുമിക്കുമ്പോഴാണ് ഒരു വ്യക്തി സമൂഹത്തിന് മാതൃകയാണ്. A+ സർക്കാർ കരാറുകാരൻ എന്ന നിലയിൽ അടിസ്ഥാന സൗകര്യ സാമൂഹിക ക്ഷേമത്തിനും പൊതുനന്മയ്ക്കുമായി ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുകയും ചെയ്ത വ്യക്തിത്വമാണ് ശ്രീ പരീത് KS. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സേവനങ്ങൾക്കാണ് ഇന്ന് നൽകുന്ന സേവനരത്ന അവാർഡ് 2024. അടുത്ത സേവനരത്ന പുരസ്കാരം സൈമൺ NY. സമ്പത്ത് പലർക്കും സ്വന്തമാകാം, എന്നാൽ സേവനത്തിലൂടെ ജീവിതത്തിന്റെ സമ്പത്തായവർക്ക് അപൂർവമാണ്. അത്തരം മഹനീയമായ വ്യക്തിത്വമാണ് ഇന്ന് നാം ആദരിക്കുന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ നിസ്വാർത്ഥമായ സാമൂഹിക സേവനങ്ങളുടെയും നിരാലംബരായ അർഹതപ്പെട്ടവർക്ക് കരുത്തായും താങ്ങായും മാറിയ സേവകൻ ശ്രീ സൈമൺ NY. സേവനരത്ന പുരസ്കാരം 2024 നൽകി ആദരിക്കുന്നു.
നമുക്ക് ബാലസുധാ നാട്ടുപുറക്കാരത്തിൽ ഒരു കുട്ടി വന്നിട്ടുണ്ട്. മക്കളെ അവിടെ സൂര്യഗായത്രി എസ് കാണാൻ മെമന്റോയും സർട്ടിഫിക്കറ്റ് ഒന്ന് പെട്ടെന്ന് നോക്കി. സൂര്യഗായത്രി എസ് കാണാൻ നമ്മുടെ ബാലസുധാ നാട്ടുപുരസ്കാരം വായിക്കില്ല. എന്നാലും അതിനു മുമ്പ് നമുക്ക് സമഗ്രരത്ന പുരസ്കാരം പൂർത്തിയായിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ജാഫ്രിക്ക എത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹം നമ്മുടെ ഹൈറേഞ്ചിൽ ഷൂട്ടിലാണ്.